നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് ഒരു വീട്ടിലെ 4 പേർ വിഷം കഴിച്ച് മരിച്ചത്. കുടുംബത്തിലെ 4 പേർ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. മരിച്ച വീട്ടമ്മയുടെ പണമിടപാടുകളിലേക്കാണ് അന്വേഷണം നീളുന്നത്. ഇവരുടെ ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിക്കും. കോട്ടയം കൂരപ്പട മറ്റപ്പള്ളി ചിറപ്പുറത്ത് ജോബി, ഭാര്യ ജോസ്ന, മക്കളായ മരിയ തെരേസ തോമസ്, അലൻ തോമസ് എന്നിവരാണ് ചികിത്സയിലിരിക്കെ വിവിധ ദിവസങ്ങളിലായി മരിച്ചത്. കഴിഞ്ഞ ദിവസം പോലീസിന്റെ ശാസ്ത്രീയ അന്വേഷണ സംഘം ഇവരുടെ വീട്ടിലെത്തി തെളിവ് ശേഖരിച്ചു. ബാങ്ക് സൊസൈറ്റിയിലെ പാർട്ട് ടൈം ജീവനക്കാരിയാണ് ജോസ്ന. ജോസ്നയുടെ ചിട്ടി ഇടപാടുകൾ സംബന്ധിച്ചാണ് പ്രധാന അന്വേഷണം നടക്കുന്നത്. ഒട്ടേറെ പേർ ഇവരുമായി ചിട്ടി ഇടപാടുകൾ നടത്തിയിരുന്നു. സൊസൈറ്റിയുടെ പേരിൽ 1,00,000 രൂപയുടെ ചിട്ടികൾക്കുള്ള തുകകൾ വാങ്ങി. ഇത്തരമൊരു ചിട്ടി സൊസൈറ്റിയിൽ ഇല്ല. ചിട്ടിക്കായി പിരിച്ച പണം എവിടെ പോയി എന്നതും അന്വേഷിക്കുകയാണ്. എന്തായാലും പണം മറ്റാർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നും വാങ്ങിയവർ കുടുംബത്തെ കബളിപ്പിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിന്റെ വിവരങ്ങൾ ബാങ്ക് അധികൃതരോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 5:30യോടെയായിരുന്നു തോമസിന്റെ മകൾ മരിയ മരിച്ചത്. മകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു പിന്നീട് അമ്മയും മരിച്ചു. പിറ്റേന്നുള്ള ദിവസം അച്ഛനും ചികിത്സയിലിരിക്കെ ഇന്നലെ മകനും മരിച്ചു. എന്തായാലും കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു നാടിനെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ ദാരുണ സംഭവം പുറംലോകം അറിഞ്ഞത്. കടുത്ത സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ആദ്യം തന്നെ പോലീസിന് കിട്ടിയ നിഗമനം. കൂരാപ്പട സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായി ജോലി നോക്കുകയായിരുന്നു ജോസ്ന. സംഭവ ദിവസം മുതൽ ജോസ്നയുടെ കോതനല്ലൂർ സ്വദേശിയായ സഹോദരൻ ഫോണിൽ വിളിച്ചിട്ടും കിട്ടാത്തതിനാൽ സംശയം തോന്നിയാണ് അദ്ദേഹം അവിടെ എത്തിയത്. പിന്നീടാണ് അകത്തുനിന്ന് വീട് പൂട്ടിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ വീടിന്റെ പിൻവാതിൽ ചവിട്ടി തുറന്ന് അകത്തു കടന്നപ്പോഴാണ് 4 പേരെയും വീട്ടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് തോമസിനെയും ജോസ്നെയും മക്കളെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ജോസ്നയും മക്കളും ജ്യൂസിൽ കളനാശിനി കലർത്തിയും ഭർത്താവ് തോമസ് മദ്യത്തിൽ കീടനാശിനി ചേർത്തുമാണ് കഴിച്ചത്. സംഭവ സ്ഥലത്തു നിന്ന് കളനാശിനിയുടെ കുപ്പിയും പോലീസ് കണ്ടെടുത്തു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതു മുതൽ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇവർക്ക് ജീവൻ രക്ഷാ സഹായം നൽകിയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. പിന്നീട് അതീവ ഗുരുതരാവസ്ഥയിലായ ഇളയ മകനും ഇന്നലെ മരിക്കുകയായിരുന്നു. കുട്ടികളുടെ ആശുപത്രിയിലായിരുന്നു അലൻ ചികിത്സയിൽ കഴിഞ്ഞത്.